യാരെന്ന് തെരയുമാ? അറിയാം, ആ അമ്പലത്തിൽ വെച്ച് കണ്ട ആളല്ലേ. അപ്പ യാരെന്ന് തെരയുമാ? അയ്യോ, അത് കൗണ്ടർക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. അയ്യോ, തിമിരൊന്നുമില്ല, കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. ഞാൻ പൊണ്ണെ കല്യാണം പണണമാ? ഉനക്കെല്ലാം അவ்வளவு தைரியமா? உன்னை நான் சூட போறேன். இப்ப என்ன பண்ணுவேன்? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കാലേ വീണ് കരയാനല്ലേ? എന്നാ തുടങ്ങാം. അതല്ലടാ. എന്താ നാടാ അങ്ങ് ഒരു കുസൂസ്പ് സുടട്ടുമാ? ഓ പിന്നെ താനം കൊലത്തും. ഞങ്ങളെ നാഗരാജ വീരപ്പന്റെ ആളുകളാ. ഞങ്ങളെ വെടിവെച്ചിട്ട് താൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു കാണട്ടെ. ഞങ്ങൾ അദ്ദേഹത്തോട് പറയും. எனக்கு இனி மன்னிக்க முடியாது. ரொம்ப ஓவரா பேசிட்ட. ഉള്ള തൂക്കിട്ട് വാടാ. എടാ, ദേ വളഞ്ഞിട്ട് തല്ലാൻ പോകുന്നു. നല്ല ഐഡിയ. നിനക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല. വീരപ്പന്മാരുടെ പേര് പറഞ്ഞ ഇയാൾ പേടിക്കുന്നല്ലേ വിചാരിച്ച്? തല വെട്ടുന്ന ടീമുകളല്ലേ? തല വെട്ടില്ല, പക്ഷെ ചിതറും. കാട്ടുപന്നിയെ വെടിവെക്കുന്ന തോക്ക അയാളുടെ കയ്യിലുള്ളത്. കാട്ടുപന്നിയോ? കേട്ടിട്ട് കൊതിയ വന്നു. എത്ര നാളായി വെടിയേർച്ച കഴിച്ചിട്ട്. നീ ഫ്രണ്ടിൽ പോ. நீங்கெல்லாம் வெளியே போடா. തീരുമാനத்துக்கு ഒരു മാറ്റവും ഇല്ലയാ? എന്ത് തീരുമാനം? ഓഹോ, ഇവളവ് ശീക്രം മറന്നുപോയാ? എന്റെ കാര്യം നാഗരാജ വീരപ്പനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം. ഓ, ആ തീരുമാനം അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കരുത്, വലിയ ചതിയായി പോവും. അവരെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലിതുപോലെ തല്ലി തല്ലി കൊല്ലും. കുഞ്ഞുനാള് മുതലേ അതെ, എനിക്ക് അവരെ ഭയങ്കര പേടിയാ. ഉറക്കത്തിൽ അവരെ സ്വപ്നം കണ്ട് ഞാൻ കിടന്ന് മുള്ളിട്ടുകൂടിയുണ്ട്. സത്യം. അറിയല്ലെന്ന് പറയടേ. மல்லிகை எனக்கு ஒருபாடு இஷ்டம். இந்த மனசுக்குள்ள அவளுக்காக பெரிய கொட்டாரு கட்டி வச்சிருக்க. ஆனா അതൊന്നും അന്ത വീരപ്പന്മാർക്ക് അറിയില്ല. ഞാൻ പേടിച്ചിട്ട് പറയാത്തതാ. പിന്നെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അവളുടെ കുളിസ്യം പോലും ആദ്യമായിട്ട് കണ്ടത് ഈ ഞാനാ. നിങ്ങൾ തന്നെ പറ, എങ്ങനെ മറക്കും ഞാൻ അവളെ? കാര്യം വീരപ്പന്മാര് എന്റെ മച്ചമ്പികളാ. പക്ഷെ തല്ലുമ്പോ ആ മര്യാദ ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് സഹായിക്കണം. ഈ കല്യാണത്തെ നിങ്ങളൊന്നും ഒഴിയണം. എന്റെ ഉണ്ടയില്ലാത്ത നോക്ക് മാത്രമേ. ഗൗണ്ടറെ കരയല്ലേ? അതല്ല, ഗൗണ്ടറിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഗൗണ്ടർ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. മല്ലി ഗൗണ്ടറോട് കളവ് പറഞ്ഞതാ. സത്യത്തില് ഞാനും മല്ലിയും തമ്മിൽ ഇഷ്ടത്തിലാ. പക്ഷെ വീരപ്പന്മാർക്ക് ഇതൊന്നും അറിയില്ല. നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് പറയാ. ആ വീരപ്പന്മാരുടെ മനസ്സിൽ കയറി പറ്റാനാ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. സ്നേഹിക്കുന്ന കാര്യം അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്ന് മല്ലി പറഞ്ഞു. ദേ, ഇതൊന്നും ആ വീരപ്പന്മാരോട് ചെന്ന് പറഞ്ഞേക്കല്ലേ.
നീങ്ക കളമ്പുങ്ക. ശരിയാക്കി തൊഴണം. ഇത്രയും അലന്നൊരു വില്ലനെ ഞാൻ കണ്ടിട്ടില്ല. വേണ്ടാ മീശ പിശാച്. നിങ്ങൾ വാ, ഒരു പണിയുണ്ട്. തള്ളിയിടാൻ നോക്കുന്നടാ. മച്ചമ്പി വണക്കം മച്ചമ്പി. മച്ചമ്പി ഞാൻ വന്ന് മച്ചമ്പി ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. അതൊന്നു വന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്ത് വിവരം? ഇവരിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയുവോ മച്ചമ്പിക്ക്? മച്ചമ്പി ഞെട്ടരുത്. ഇവിടുത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ. മച്ചമ്പിയെ അറിയിക്കാൻ മറന്നതല്ല, സമയമാകട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പൊ അറിഞ്ഞോ എന്ത് ഈ കാര്യം? കുട്ടികൾ തമ്മിൽ സ്നേഹിച്ചു പോയി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ, അതാ പിന്നെ ഇങ്ങനൊരു തീരുമാനം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം, ഇതൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ ഞങ്ങൾ തന്നെ എത്ര പ്രയാസപ്പെട്ടെന്നോ. മച്ചമ്പിക്ക് ഈ കൊട്ടാരത്തോട് സ്നേഹമുള്ളത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോ? അതെ, അമാവാസിക്ക് മുമ്പ് കൊട്ടാര മുറ്റത്ത് വെച്ച് നമ്മുടെ ആചാരപ്രകാരം വിവാഹം നടത്തണം. അയ്യോ മല്ലി, മച്ചമ്പിക്ക് വിശക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കൂ. വേണ്ട, വയറ് നിറഞ്ഞ് ഇനി ഒന്നും താങ്ങില്ല. ഹേ, അതൊന്നും പറ്റില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇനി മച്ചമ്പി കൊട്ടാരത്തുനിന്ന് പോകുന്നുള്ളൂ. കൂടെ നിന്ന് നടത്തി തരണം. എന്തിന്? എല്ലാം പോയില്ലേ? വരട്ടെ, ചില കൂടിയാലോചനകളുണ്ട്. മല്ലി മല്ലി കേട്ടല്ലോ, എല്ലാം കൂടെ നിന്ന് നടത്തി തരണം. പോടാ അവിടുന്ന്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇത് ഞാൻ നടത്തില്ല. നോക്കിക്കോ. ഇയാള് ശരിയല്ലേ? വാ. എനിക്കൊരവസരം കൂടി തരണം. നിങ്ങളുടെ കല്യാണം വരെ പ്ലീസ്. മല്ലിയെ എനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ കാല് പിടിക്കാം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ താനെടുത്തോ. പ്ലീസ് പ്ലീസ്. ഉറപ്പാണോ? ഉറപ്പ്. നന്ദി. മല്ലി മല്ലി നില്ല. അന്റെ ആള് സമ്മതിച്ചു. എന്ത്? നമ്മൾ തമ്മിൽ അടുക്കാൻ വീണ്ടും ഒരവസരം കൂടി തന്നു. അടുത്തോ 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 അടുത്തോ. ഇല്ലണ്ണ, ഒരുപാട് വൈകിപ്പോയി. ഈ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണിനും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അല്ല, ഈ അവസ്ഥയോ? എന്താ അവസ്ഥ? നാളെയെങ്കിലും ആരതി ഇവിടെ എത്തണം. മറ്റന്നാളാണ് അമാവാസി. പിന്നെ അമാവാസി. ഈ കളവനെ നിന്റെ സുഖടാ. മിണ്ടാ നിക്കടാ. ഒരുക്കങ്ങൾ ഇന്നെങ്കിലും തുടങ്ങണം. ഗുരു പറഞ്ഞത് കേട്ടില്ലേ? എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഒരുക്കങ്ങൾ തുടങ്ങാലോ, അല്ലേ? നീ പറഞ്ഞില്ലേ? എന്താ എന്താ കാര്യം? ഇനിയിപ്പോ എന്തിനാ മറച്ചു വെക്കുന്നേ? നീ അതങ്ങ് തുറന്നു പറ. ഓ, അവന് നാണം. അവന് നാണല്ല, അവന് പേടിയാ. ഞാനെല്ലാം പറയാം. നീ ഒന്നും പറയണ്ട. ആര് പറഞ്ഞാലെന്താ, എല്ലാവരെയും കാര്യല്ലേ? എന്ത് കാര്യം? അത് ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളല്ല, അവര് 100 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച ഇവിടെ എത്തേണ്ടതായിരുന്നു. അപ്പോഴാ പെട്ടെന്നൊരു ഛർദി. ഛർദിയോ? അതെ, ആരതി 3 മാസം ഗർഭിണിയാ. അതുകൊണ്ട് ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് മതി യാത്രയെന്നാ തീരുമാനം. വേണമെങ്കിൽ ഗർഭം മാറ്റാം. ഇവിടെ ഗർഭം പാടില്ല എന്നാ തോന്നുന്നു. എന്താ നിങ്ങൾ പറഞ്ഞേ? ഗർഭിണിയാണെന്നോ? ഈ കൊട്ടാരത്തിൽ ഞാൻ അറിയാത്തൊരു ഗർഭമോ? ആർക്ക്? ജോർജ്. കേട്ടില്ലേ ഇവര് പറഞ്ഞത്? ഇവിടെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നെന്ന്. കടവുള്ള മല്ലി ഗർഭിണിയാണെന്നോ? ഒത്തുക്ക മാറ്റേണ്ട.
ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ, ഇനി ആവർത്തിക്കണം. അറിയാതൊന്നുമല്ല, അറിഞ്ഞോണ്ട് തന്നെയാ. എനിക്കുറപ്പാ സതിയൻ കൊല്ലണം ഇവനെയൊക്കെ. കൊല്ലരുത്, ഒരു അബദ്ധം പറ്റിയതാ. ഒരു പെങ്കൊച്ചിന്റെ വയറ്റത്തുണ്ടാക്കുന്നവരുടെ അബദ്ധം കൊല്ലു മച്ചമ്പി. മതി. ഈ കൊട്ടാരത്തിൽ ഒരു കുട്ടി ജനിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വില അറിയോ നിങ്ങൾക്ക്? ഈ കൊട്ടാരത്തിന്റെ സന്തോഷമാണത്, ആഘോഷമാണത്. മച്ചമ്പി എന്താ ഇത്? അഭിമാനിക്കും മച്ചമ്പി. എന്തിന്? എല്ലാവരെയും വിളിക്ക്. മാമൂലുകൾ തെറ്റിക്കണ്ട, ആഘോഷങ്ങൾ തുടങ്ങട്ടെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കൊട്ടാരം ഒരു പ്രസവപ്പുറമ്പാക്കായിരുന്നു.